അരേവംശ പരിപാലന യോഗം വേലിക്കുട്ടി അരയൻ 16. സഹോദര സംഘം, മിശ്രഭോജനം, വിദ്യാപോഷിണി. SNDP വന്നത് 1903 മെയ് 15. അത് ഡേറ്റോടുകൂടി പഠിച്ചേ പറ്റൂ കേട്ടോ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് ഹോട്ട് ടോപ്പിക്സുകളാണ്. അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷ നല്ല രീതിയിൽ ശ്രമിക്കുന്ന കുറേ പേരുണ്ട്. അവരോടൊക്കെ പറയുക, ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഏതൊരു വിജയവും നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ. കുറേ വിജയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പോയി കാണും. അതൊന്നും വിഷമിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നല്ലൊരു പരീക്ഷയാണ് മുമ്പിലോട്ട് വന്നത്. കുറേയധികം പേര് എടുക്കുന്നതാണെന്നൊക്കെ അറിയാലോ. അപ്പോൾ ഇപ്പൊ ഇടയ്ക്കൊക്കെ ചിലപ്പം പെൻഡിങ്ങിൽ വന്ന് കാണും. ചിലപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ആവേശത്തോടു കൂടി തുടങ്ങിയിട്ട് ചിലപ്പം വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്ന് കാണും. എല്ലാത്തിനെയും കവച്ചു വെച്ച് മുന്നോട്ട് പോവുക, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എനിക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ അങ്ങനെ നോക്കരുത്. എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളതാ. ഓരോരുത്തർക്കും ഓരോ രീതി. ചിലപ്പോൾ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ അവർക്കും പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ആവേശത്തോടെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പഠിച്ചപ്പം വീട്ടിൽ പ്രശ്നങ്ങളായി, അടിയായി, ബഹളമായി, അല്ലെങ്കിൽ ലോണിന്റെ പ്രശ്നങ്ങളായി, അച്ഛന് പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ ഹസ്ബൻഡ് പ്രശ്നങ്ങളായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് വന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങളായി, ഇതൊക്കെ വന്നതാണ്. ഇതിനെയൊക്കെ കവച്ചു പോകുന്നവരൊക്കെ തന്നെയാണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രകളിൽ എന്ത് വന്നാലും ഏറ്റെടുത്ത് പോകണം. കാരണം ഇപ്പം പരീക്ഷ വിളിച്ചാൽ പിന്നീട് പഠിക്കാം എന്നല്ലല്ലോ. നിങ്ങൾക്ക് പരീക്ഷാ സമയത്ത് കിടന്ന് വെപ്രാളപ്പെടണമെന്നല്ലല്ലോ. പരീക്ഷാ സമയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തിക്കളയും. അവർ ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 1-2 മാസമേ നിങ്ങൾക്ക് തരുത്തുള്ളൂ. അതുകൊണ്ട് മുന്നോട്ട് ആ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2 മാസമൊക്കെ തരുത്തുള്ളൂ പഠിക്കാനുള്ള ഒരു സമയം. അപ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട് അല്ലെ. പ്രിലിംസ് ഉണ്ടായിരിക്കാം. പ്രിലിംസ് കടമ്പ എന്ന് പറയുന്നത് അതൊന്ന് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ആവേശമായിരിക്കും. എങ്ങനെയെങ്കിലും എനിക്ക് മെയിൻസ് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ആവേശം ഉണ്ടാവും. അപ്പം ഏത് വിധേനയും പഠിക്കുക. ഞാൻ എന്നാൽ കഴിയുന്ന ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരും. പിന്നെ ഡീപ്പായിട്ട് അതാത് അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണേ. ഓരോ ദിവസവും ഒരാഴ്ചയിൽ എന്നാൽ കഴിയുന്ന ബേസിക് കാര്യങ്ങൾ അതിൽ തെറ്റാതിരിക്കുക. എനിക്ക് കൂടുതലും അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഞാൻ പറയുന്നത്. ചിലവര് ഡീപ്പായിട്ട് മാത്രം നോട്ട് മാത്രം കവർ ചെയ്തിട്ടും ബേസിക് കാര്യങ്ങളൊന്നും പഠിക്കത്തില്ല. അപ്പൊ അവിടെ ചെന്ന് അത് പോകും. അത് കിട്ടുന്ന ആർക്കാ? പഴയ വർഷങ്ങളായി ഇങ്ങനെ ഇരുന്ന് മെനക്കെട്ട് പഠിക്കുന്നവർക്ക്. LDC അല്ലെങ്കിൽ മറ്റേ VFA, വെബ്കോ ഇതിനൊക്കെ പഠിച്ചവര് അതെല്ലാം അങ്ങ് പഠിക്കുകയും ചെയ്യും. ഇത് ഡിഗ്രിക്ക് ലെവലിന് മാത്രം നോക്കുന്ന കുറച്ച് പേരുണ്ട്, അങ്ങ് ഡീപ്പ് നോട്ടുകൾ മാത്രം. അവരോടൊക്കെ പറയാനുള്ളത് രണ്ടും ഒരേപോലെ കൊണ്ടുപോയെങ്കിലേ വിജയം ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് പോകട്ടെ. ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ് വരെ ഞാൻ 12 ടോപ്പിക്കുകളാണ് കഴിഞ്ഞിരുന്നത്. ഇന്നതാ നിങ്ങൾക്ക് പരീക്ഷയുടെ ചോദ്യ പേപ്പർ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യ പേപ്പറിൽ നിന്ന് തന്നെ ഹെഡിങ്ങുകൾ കൊണ്ടുവന്നത്. ഇതുവരെ തന്ന 2021 മുതൽ 25 നടന്ന PSCയിലെ ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറുകളിലെ ഹെഡിങ്ങുകൾ നോക്കി തന്നെയാണ് ഞാൻ ഓരോന്നും കൊണ്ടുവരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നോബൽ സമ്മാനം ഈ പ്രാവശ്യത്തത് അല്ല, ചിലപ്പോൾ 2024 പഠിച്ചേക്കണം. നോബൽ സമ്മാനം കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, വർഷങ്ങൾ, സ്ഥാപകർ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നില്ല. ഈ കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനം അത് ഏത് വർഷം, ആദ്യ സ്ഥാപകർ, മലബാർ ജില്ലാ സമ്മേളനം, അത് ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിരിക്കുന്നു. അത് LDC എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. അപ്പൊ എന്നാലും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നു. പഞ്ചായത്ത് രാജ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ ആർട്ടിക്കിളുകളും ഗ്രാമസഭയും എല്ലാം ചോദിച്ചിരിക്കുന്നു. ഹിമാലയത്തിന്റെ ഉപവിഭാഗങ്ങൾ, ഇത് +2 ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് 2 ചോദ്യ പേപ്പറിൽ കണ്ടപ്പോൾ അതും എടുത്തുകൊണ്ട് വന്നു. ഹിമാലയ നദീ താഴ്വരകളുടെ പേരുകൾ അതും പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഇനി അടുത്ത കാലത്തെ പരീക്ഷയ്ക്ക് അത് ചോദിക്കുകയും ചെയ്തു. അപ്പൊ അത് കൊണ്ടുവന്നു. പിന്നെ നമുക്ക് വയലാർ അവാർഡ് നേടിയ പ്രധാന കൃതികൾ, വ്യക്തികൾ ആരൊക്കെയാണ്, അത് ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യയുടെ ആണവ നിലയങ്ങൾ, മലയാളത്തിലെ പ്രധാന സിനിമാ സംവിധായകർ, അവരുടെ സിനിമകൾ. ഇത്രയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നല്ല ടോപ്പിക്കാണ്. നോബൽ സമ്മാനം 2025, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, മലബാർ ജില്ലാ സമ്മേളനങ്ങൾ, പഞ്ചായത്ത് രാജ്, ഹിമാലയത്തിന്റെ ഉപവിഭാഗങ്ങൾ, ഹിമാലയ നദീ താഴ്വരകൾ, അടുത്തത് വയലാർ അവാർഡ് നേടിയ കൃതികൾ, വ്യക്തികൾ, ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ, പ്രധാന സംവിധായകർ, സിനിമകൾ. ഓക്കെ, ടോപ്പിക്കിലേക്ക് പോകട്ടെ. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട്. റിവിഷൻ ഞാൻ പറയേണ്ടതാണ്, പക്ഷേ ഇന്ന് ഒത്തിരി ടോപ്പിക് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ മൊത്തം തീർന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ അവസാനം പറയും ഇത് എത്ര നേരം ഇരുന്ന് പഠിപ്പിക്കുന്നു എന്ന് പറയത്തില്ലേ. ആകെപ്പാടെ ചിലപ്പോൾ യൂട്യൂബ് ഒക്കെ നിങ്ങൾ ആക്സസ് ചെയ്യുന്ന ഒരു 15 മിനിറ്റ്, അരമണിക്കൂർ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ ജോലി
ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വൈകിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ നോക്കുന്നത്. ആ സമയത്ത് ഞാൻ 1.5 മണിക്കൂർ വലിച്ചു നീട്ടണ്ടെന്ന് വെച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് പെട്ടെന്നൊന്ന് ഒതുക്കാം. ഓക്കെ, എന്നിട്ട് അവസാന സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റിവിഷൻ പോലെ തരാം. ഓക്കെ, നോക്കേ, നോബൽ സമ്മാനം 2025 വരികയാണ്. അതിൽ ഏറ്റവും പ്രധാന എന്നാണ് നോബൽ സമ്മാനം തുടങ്ങിയ വർഷം? ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ. നോബൽ സമ്മാനം തുടങ്ങിയത് 1901 അല്ലെ? 1901 മുതലാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത്. ആദ്യം കിട്ടിയത് ഫിസിക്സിനല്ലേ? ഫിസിക്സിനാണ് അല്ലെ? എക്സ്റേ കണ്ടുപിടിച്ചതിന് റോങ്ചൻ. അപ്പൊ നോബൽ സമ്മാനം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഫിസിക്സിന്. എക്സ്റേ കണ്ടുപിടിച്ചതിന് റോങ്ചൻ ആണ്. എത്ര വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത്? പരമാവധി 6 വിഷയങ്ങൾക്കല്ലേ? പരമാവധി ഇല്ല, 6 വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം. ഒരു വിഷയത്തിൽ പരമാവധി 3 പേർക്ക് വരെ കൊടുക്കാം. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എത്ര വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത്? 6 വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത്. അതിൽ 5 വിഷയങ്ങൾക്ക് സ്വീഡൻകാരും 1 വിഷയത്തിന് നോർവേക്കാരുമാണ് നോബൽ സമ്മാനം. അപ്പൊ 5 വിഷയത്തിന് സ്വീഡൻകാരും 1 വിഷയത്തിന് ആരാണ്? നോർവേക്കാരുമാണ് നോബൽ സമ്മാനം. അത് ഏത് വിഷയം നോർവേക്കാർ നോബൽ സമ്മാനം കൊടുക്കുന്നത്? സമാധാനത്തിന്റെ നോബൽ സമ്മാനം. അപ്പൊ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിക്കാം. സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുക്കുന്നത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചാണ്. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചാണ് സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ ബാക്കി 5 വിഷയങ്ങൾ ആരാ? സ്വീഡൻകാരാണ്. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിൽ വെച്ചാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത് അല്ലെ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എത്ര വിഷയങ്ങൾക്ക് കൊടുക്കുന്നു? 6 വിഷയങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഏതിനൊക്കെയാണ് 6 വിഷയങ്ങൾ? ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ അല്ലെ? ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, സാഹിത്യം, സമാധാനം, എക്കണോമിക്സ്. ഇത്രയും വിഷയങ്ങൾക്കല്ലേ നോബൽ സമ്മാനം കൊടുക്കുന്നത്? ആണ്. എക്കണോമിക്സിന് വേണ്ടി അവസാനമാണ് കൊടുത്തു തുടങ്ങിയത്, തുടക്കമില്ല. 1901 വരുമ്പോ 5 വിഷയങ്ങൾക്കേ ഉള്ളൂ. 1968 ഏർപ്പെടുത്തി. 69 മുതലാണ് നമ്മുടെ എക്കണോമിക്സിന് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത്. ചോദിക്കും, അപ്പൊ എക്കണോമിക്സിന് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയ വർഷം എന്താണ്? 68 കൊടുത്തു തുടങ്ങിയ വർഷം എന്താണ്? 69 എക്കണോമിക്സിന് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത്. നോബൽ ദിനം എന്താണെന്നറിയാമോ? നോബൽ ദിനം ഡിസംബർ 10. പരീക്ഷയ്ക്ക് ചോദിക്കാം. നോബൽ ദിനം എന്താണ്? ഡിസംബർ 10. മനുഷ്യാവകാശ ദിനവും ഡിസംബർ 10 അല്ലേ? ആണ്. മനുഷ്യാവകാശ ദിനവും നോബൽ പ്രൈസ് ദിനവും എന്താണ്? ഡിസംബർ 10 ആണ്. മനുഷ്യാവകാശ ദിനം വെരി വെരി ഇമ്പോർട്ടന്റ്. ഡിസംബർ 10. എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആയിട്ട് പ്രഖ്യാപിക്കുന്നത്? മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 UNO ജനറൽ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഏത് വർഷമാണ്? 1948 ഡിസംബർ 10 48 ഡിസംബർ 10 ആ ഡിസംബർ 10 നമ്മൾ എന്തായിട്ട് പ്രഖ്യാപിച്ചത്? മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ട് നടത്തിയത്. അപ്പോൾ ഡിസംബർ 10 മനുഷ്യാവകാശ പ്രഖ്യാപനം, മനുഷ്യാവകാശ ദിനം എന്ന് വിളിക്കുന്നത്. അതുപോലെ നോബൽ സമ്മാനവും നോബൽ ദിനം എന്നൊന്ന് ചോദിച്ചാൽ ഏതാ? ഡിസംബർ 10. ഡിസംബർ 11 പർവ്വത ദിനമാണ് കേട്ടോ. ഡിസംബർ 11 ഏതാണ്? പർവ്വത ദിനമാണ് ഡിസംബർ 11. ഡിസംബർ 7 അറിയാമോ? പതാക ദിനം. പതാക ദിനം ഡിസംബർ 7 ഏതാണ്? പതാക ദിനമാണ് ഡിസംബർ 7 എന്ന് പറയുന്നത്. ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ്. BR അംബേദ്കറുടെ ചരമദിനമാണ് ഡിസംബർ 6. ഈ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ് ആയിട്ട് പറയുന്നു. ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ്. ഡിസംബർ 5 മണ്ണുദിനമാണ്. മണ്ണുദിനം ഡിസംബർ 5 ഏതാണ്? മണ്ണുദിനമാണ് ഡിസംബർ 5. ഡിസംബർ 4 നാവികസേനാ ദിനം കേട്ടോ. ഡിസംബർ 4 ഏതാണ്? നാവികസേനാ ദിനം. ഡിസംബർ 2 അറിയാമോ? കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഡിസംബർ 2 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 4 നാവികസേനാ ദിനം. ഡിസംബർ 5 മണ്ണുദിനം. ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ്. ഡിസംബർ 7 പതാക ദിനം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനവും നോബൽ സമ്മാനവും. ഡിസംബർ 11 പർവ്വത ദിനം. ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നോബൽ സമ്മാനം ഓർത്തു വെക്കണേ. നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം 1901. സാഹിത്യ സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നത് ആരാ? നോർവേക്കാര്. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയാണ് അല്ലെ? ഇന്ത്യയിൽ നിന്നും നോബൽ സമ്മാനം ലഭിച്ച വർഷങ്ങൾ മനസ്സിലേക്ക് ഒന്നിട്ടെ, ചിലപ്പം അത് ചേരുമ്പടി വന്നാലോ. ബേസിക് ക്വസ്റ്റ്യൻ. ഇന്ത്യക്കാരുടെ നോബൽ സമ്മാന വർഷങ്ങൾ
അത് ഞാൻ വർഷം മാത്രം പറയട്ടെ, പിന്നെ മനസ്സിലേക്ക് ആളുകളെ ഇട്ട് കൊടുക്കാം. 1913, 30, 68, 79, 83, 98, 2009, 2014, 2019. ഒന്നുകൂടെ 13, 30 അത് രണ്ടും ഇട്ട് കൊടുത്തേ. 13 രവീന്ദ്രനാഥ ടാഗോർ അല്ലെ, 1913 ആർക്കാണ്? രവീന്ദ്രനാഥ ടാഗോറിനാണ്. 30 CV രാമൻ, ഫിസിക്സിന് ആർക്കാണ്? CV രാമനാണ്. 30 ഫിസിക്സിന് CV രാമൻ. 68 ആർക്കാ? മെഡിസിന് വന്നു, ഹർഗോവിന്ദ് ഖുറാന. ഹർഗോവിന്ദ് ഖുറാന മെഡിസിന് വന്നു 68 അല്ലെ, കൃത്രിമ ജീനുകളുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടല്ലേ 68 മെഡിസിൻ. 79 നമ്മുടെ സമാധാനത്തിന് നോബൽ സമ്മാനം മദർ തെരേസയ്ക്ക് കിട്ടി. 79 സമാധാനത്തിന്റെ നോബൽ സമ്മാനം മദർ തെരേസ. 83 ഡോക്ടർ എസ് ചന്ദ്രശേഖറിന് കിട്ടി. വീണ്ടും ഫിസിക്സിലേക്ക് ചന്ദ്രശേഖർ പരിധി കണ്ടുപിടിച്ചതിന് 83 ഡോക്ടർ എസ് ചന്ദ്രശേഖറിന് കിട്ടി. 98 എക്കണോമിക്സിന് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് നോബൽ സമ്മാനം അമർത്യാസൻ. 98 എക്കണോമിക്സിന് നോബൽ സമ്മാനം അമർത്യാസൻ. ബംഗാൾ ക്ഷാമമല്ലേ പ്രതിപാദിച്ചത്? വെൽഫെയർ എക്കണോമിക്സിൽ ബംഗാൾ ക്ഷാമം പ്രതിപാദിച്ചതിനാണ് 98 എന്ത് പറഞ്ഞു? അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. പിന്നെ കെമിസ്ട്രിയിൽ ആദ്യമായിട്ട് നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ 2009 വെങ്കിട്ട രാമകൃഷ്ണൻ. റൈബോസോമിന്റെ ഘടനയല്ലേ വെങ്കിട്ട രാമകൃഷ്ണൻ അല്ലെ, 2009 കെമിസ്ട്രിയിലേക്ക് ഒരു ഇന്ത്യൻ വംശജന് കിട്ടി നോബൽ സമ്മാനം. പിന്നെ 2014 സാഹിത്യത്തിന് വീണ്ടും സമാധാനത്തിന് വീണ്ടും നോബൽ സമ്മാനം കൊണ്ടുവന്നു കൈലാഷ് സത്യാർത്ഥി. 2014 വീണ്ടും കൊണ്ടുവന്നു. 2019 എക്കണോമിക്സിന് നോബൽ സമ്മാനം വീണ്ടും ഒരു ഇന്ത്യൻ വംശജന് കിട്ടി, അഭിജിത്ത് ബാനർജി. എക്കണോമിക്സിന് നോബൽ സമ്മാനം കിട്ടിയത് അഭിജിത്ത് ബാനർജിക്ക് 2019 ആഗോള ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ 13 ടാഗോർ, 30 CV രാമൻ, 68 ഹർഗോവിന്ദ് ഖുരാന, 79 മദർ തെരേസ, 83 ഡോക്ടർ ചന്ദ്രശേഖർ, 98 അമർത്യാസൻ, 2009 വെങ്കിട്ട രാമകൃഷ്ണൻ, 2014 കൈലാഷ് സത്യാർത്ഥി, 2019 അഭിജിത്ത് ബാനർജി അല്ലെ. അപ്പൊ 13 ടാഗോറിനാണ്. ടാഗോറിന്റെ 2-3 കൃതികൾ പറഞ്ഞ് ടാഗോറിന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന കൃതികൾ: പോസ്റ്റ് ഓഫീസ്, കാബൂളിവാല, ഗോറ, ഗാർഡനർ, ഗീതാഞ്ജലി. പോസ്റ്റ് ഓഫീസ്, കാബൂളിവാല, ഗോറ, ഗാർഡനർ, ഗീതാഞ്ജലി ഇതൊക്കെ ആരുടെയാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെയാണ്. പോസ്റ്റ് ഓഫീസ് ഒക്കെ രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ്. പോസ്റ്റ് ഓഫീസും ഗോറയും ഗീതാഞ്ജലിയൊക്കെ രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഗീതാഞ്ജലിക്ക് 13 ഗീതാഞ്ജലിക്കാണ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത്. ടാഗോർ അല്ലൂടെ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആണ്. 1901 നിലവിൽ വന്ന ശാന്തി നികേതനാണ് 21 വിശ്വഭാരതി സർവകലാശാലയായത്. അപ്പൊ 1 നിലവിൽ വന്ന ശാന്തി നികേതനാണ് 21 എന്താക്കി മാറ്റിയത്? വിശ്വഭാരതി സർവകലാശാലയായത്. ഏത് സംസ്ഥാനത്താ വിശ്വഭാരതി സർവകലാശാല? പശ്ചിമ ബംഗാളിലാണ് വിശ്വഭാരതി സർവകലാശാല. എവിടാണ്? പശ്ചിമ ബംഗാൾ. അപ്പൊ 13 ടാഗോറിന് നോബൽ സമ്മാനം ഗീതാഞ്ജലിക്കാണ്. 30 CV രാമനല്ലിയുടെ സമുദ്രത്തിന്റെ നീല നിറത്തിന്റെ വിശദീകരണം CV രാമനല്ലി കൊണ്ടുവന്ന്. ഏതാ സമുദ്രത്തിന്റെ നീല നിറത്തിന്റെ വിശദീകരണം? ഏതാ? അതാണ് വിസരണം, സ്കാറ്ററിംഗ് അല്ലെ. സമുദ്രത്തിന്റെ നീല നിറത്തിന്റെ വിശദീകരണം ഏതാണ്? സ്കാറ്ററിംഗ് വിശദീകരണം കൊണ്ടുവന്നത് CV രാമനാണ്. സ്കാറ്ററിംഗ് ആണ് അല്ലെ. മഴവില്ലിന് കാരണമായ 3 പ്രതിഭാസങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. മഴവില്ലിന് കാരണം ഏതൊക്കെയാ? അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഒന്നാമത്തെ ഏതെന്ന് ചോദിച്ചാൽ പ്രകീർണനം, ഡിസ്പേഴ്സൺ. പിന്നെ അപവർത്തനമുണ്ട്, പൂർണ്ണാന്തര പ്രതിഫലനമുണ്ട് അല്ലെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പം മഴവില്ലിന് 3 കാരണങ്ങൾ പറയണം കേട്ടോ. മഴവില്ലിന് ഓപ്ഷൻ നോക്കിയിട്ട് അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. മഴവില്ലിന് 3 കാരണങ്ങളുണ്ട്: പ്രകീർണനം, അപവർത്തനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപവർത്തനവും ഉണ്ട്, പ്രകീർണനവും ഉണ്ട്, ഡിസ്പേഴ്സനും ഉണ്ട് മഴവില്ലിന്റെ കാരണങ്ങൾ. ഈ സോപ്പ് കുമിളയിലെ മനോഹരമായ എണ്ണപ്പാളി, അതുപോലെ റോഡിലൊക്കെ കിടക്കുന്ന മനോഹരമായ എണ്ണപ്പാളിയിലെ ദൃശ്യങ്ങൾ, സോപ്പ് കുമിളയിലെ മനോഹര ദൃശ്യം, ഇതിനൊക്കെ എന്താ ഏതാന്ന് ചോദിച്ചാൽ ഇന്റർഫറൻസ് അല്ലേ പറയണ്ടേ? ഇന്റർഫറൻസ് ആണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഏതാണ്? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ടോട്ടൽ ഇന്റേണൽ ടോട്ടൽ പൂർണ്ണാന്തര പ്രതിഫലനമാണ് അല്ലെ. മറ്റേത് ഇന്റർഫറൻസ്, ടോട്ടൽ ഇന്റേണൽ ഇന്റർഫറൻസ്, പൂർണ്ണാന്തര പ്രതിഫലനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ പ്രവർത്തന തത്വം, എൻഡോസ്കോപ്പിയുടെ പ്രവർത്തന തത്വം മറന്നു പോരുതേ, അതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ വജ്രത്തിന്റെ തിളക്കത്തിന്
പ്രവർത്തനത്തിന് കാരണം എൻഡോസ്കോപ്പിയുടെ പ്രവർത്തന തത്വം, അതുപോലെ പരീക്ഷയ്ക്ക് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ പ്രവർത്തന തത്വം ഒക്കെ ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അതൊക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു വരാം, ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോകാം. അപ്പം 13 ടാഗോറിന്, 30 CV രാമന്. ഏത് സംസ്ഥാനത്തുകാരനാ CV രാമൻ? തമിഴ്നാടുകാരനാണ് CV രാമൻ. നമ്മുടെ CV രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, APJ അബ്ദുൽ കലാം അല്ലെ, MS സുബലക്ഷ്മി, വിശ്വനാഥൻ ആനന്ദ്, ഇതൊക്കെ ഏത് സംസ്ഥാനത്തുകാരാണ്? അതെല്ലാം തമിഴ്നാടുകാർ. അപ്പൊ CV രാമൻ നോബൽ സമ്മാനം ലഭിച്ചത് 30-ലാണ്. 68-ൽ ഹർഗോവിന്ദ് ഖുരാന, 79-ലാർക്ക മദർ തെരേസ, 83-ലാർക്ക വീണ്ടും ഫിസിക്സിന് വി ചന്ദ്രശേഖർ, 98-ൽ അമർത്യാസൻ. 98-ൽ ഏതാണ്? അമർത്യാസൻ അല്ലെ. അമർത്യാസന്റെ 2-3 കൃതികൾ പറയട്ടെ. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻസ്, ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻസ്. അപ്പൊ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻസ്, ഇതൊക്കെ നമ്മുടെ അമർത്യാസന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. 2009-ൽ കെമിസ്ട്രിക്ക് വെങ്കിട്ട രാമകൃഷ്ണൻ, 2014-ൽ കൈലാഷ് സത്യാർത്ഥി. മറന്നുപോരുതേ, മലാല യൂസഫായിയുടെ ഒപ്പം നോബൽ സമ്മാനം പങ്കിട്ടു. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയല്ലിയുടെ മലാല യൂസഫായി. മലാല യൂസഫായിയുടെ ഒപ്പം നോബൽ സമ്മാനം പങ്കിട്ട ഇന്ത്യക്കാരനാണ് നമ്മുടെ കൈലാഷ് സത്യാർത്ഥി. ഏത് സംസ്ഥാനത്തുകാരനാ? മധ്യപ്രദേശുകാരനാണ് കൈലാഷ് സത്യാർത്ഥി, മധ്യപ്രദേശുകാരനാണ്. കൈലാഷ് സത്യാർത്ഥിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ സംഘടനയാണ് ബച്ചുവൻ ബച്ചാവോ ആന്തോളൻ. കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന സംഘടന ഏതാണ്? ബച്ചുവൻ ബച്ചാവോ ആന്തോളൻ. കൈലാഷ് സത്യാർത്ഥി 2014-ലാണ് നോബൽ സമ്മാനം മലാല യൂസഫായോടൊപ്പം പങ്കിടുന്നത്. 2019-ൽ എക്കണോമിക്സിന് അഭിജിത്ത് ബാനർജി കിട്ടി, ആഗോള ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരുന്നു. ഓക്കെ, തിരിച്ചു വരാം നമുക്ക്. നോബൽ സമ്മാനം ഞാൻ നമ്മുടെ പുതിയ ആൾക്കാരെ നോക്കാം. സാഹിത്യത്തിന് കിട്ടിയത് ലാസ്ലോ ക്രാസ്ന കോർക്കായി. ലാസ്ലോ ക്രാസ്ന കോർക്കായിക്കാണ് സാഹിത്യത്തിന്റെ നോബൽ സമ്മാനം കിട്ടുന്നത്. ഹംഗറിക്കാരിയാണ്, രാജ്യം തെറ്റരുത്, ഹംഗറിക്കാരിയാണ് രാജ്യം എന്ന് പറയുന്നത്. ആദ്യ നോവൽ സാത്താൻ ടാക്കോ ആണ്. പ്രധാന നോവൽ ദ മെലങ്കിളി ഓഫ് റെസിസ്റ്റൻസ് ആണ്. പ്രധാന നോവൽ ഏതാണ്? ദ മെലങ്കിളി ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പം സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ലാസ്ലോ ഏത് രാജ്യക്കാര്? ഹംഗറിയാണ്. ആദ്യ നോവൽ ഏതാണ്? ലാസ്ലോ ക്രാസ്ന ഹോർക്കായി, രാജ്യം ഹംഗറിയാണ്. ആദ്യത്തെ കൃതി സാത്താൻ ടാക്കോ, പ്രധാന കൃതി ഏതാണ്? ദ മെലങ്കിളി ഓഫ് റെസിസ്റ്റൻസ് ആണ്. അടുത്ത് നോക്കാം, നമുക്ക് സമാധാനത്തിന്റെ നോബൽ സമ്മാനങ്ങളിലേക്ക് പോവാം. ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ്, കൂടുതൽ ചോദിക്കുന്നത് ആദ്യം എഴുതിയ മറിയ കൊറീന മച്ചാഡോ. മറിയ കൊറീന മച്ചാഡോ, രാജ്യം വെനിസ്വലയാണ്. സമാധാനത്തിന്റെ നോബൽ സമ്മാനം ഈ വർഷം വെനിസ്വലക്കാരിയായ മറിയ കൊറീന മച്ചാഡോ ആണ്. ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ നടത്തിയത്. അവർ കുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്, അഥേന ഫൗണ്ടേഷൻ. അഥേന ഫൗണ്ടേഷൻ 1992-ൽ വെനസ്വലയുടെ തലസ്ഥാനമായ കാരക്കാസിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മറിയ കൊറീന മച്ചാഡോയാണ്, രാജ്യം വെനസ്വലയാണ്. പുരസ്കാരം ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്. ഓക്കെ, അതും പഠിച്ചു. അടുത്ത മൂന്നാമത്തെ നോക്കെ, ഫിസിക്സിന് നോബൽ സമ്മാനങ്ങൾ 3 പേർക്കാണ് കിട്ടിയത്. ഫിസിക്സിന് നോബൽ പൊതുവെ 3 പേർക്ക് വരെ കൊടുക്കുമല്ലോ. ഫിസിക്സിന് UK-യിലെ ജോൺ ക്ലാർക്ക്, ഫ്രാൻസിലെ മിഷേൽ ഡെവോ റൈറ്റ്, ജോണം മാർട്ടിനസ് അമേരിക്ക. ജോണം മാർട്ടിനസ്, അപ്പൊ ജോൺ ക്ലാർക്ക് UK, മിഷേൽ ഡെവോ റൈറ്റ് ഫ്രാൻസ്, ജോണം മാർട്ടിനസ് അമേരിക്ക. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിന്റെയും ഊർജ കോണ്ടൻസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്. 3 പേരുടെയും രാജ്യങ്ങൾ തെറ്റരുത്. ഈ തുടക്കക്കാർ അത് പഠിക്കത്തില്ല, പക്ഷെ രാജ്യങ്ങളും എടുത്തു ചോദിക്കാം ഏത് രാജ്യക്കാരാ. അപ്പം 3 പേരുടെയും രാജ്യവും പഠിക്കണം, വിഷയവും പഠിക്കണം. ഫിസിക്സിന് ആർക്കൊക്കെയാ? ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവോ റൈറ്റ്, ജോണം മാർട്ടിനസ്. ജോണം മാർട്ടിനസ്. കെമിസ്ട്രിക്ക് 3 പേർക്ക് നോബൽ സമ്മാനം കിട്ടി. കെമിസ്ട്രിക്ക് 3 പേർക്ക് കിട്ടി. ജപ്പാൻകാരനായ സുസുമു കിറ്റാഗാവോ, അതുപോലെ UK-കാരനായ റിച്ചാർഡ് റോബൻസൺ, അതുപോലെ ജോർദാൻകാരനായ ഒമർ എം യാഗി. ജോർദാൻകാരനായ ഒമർ എം യാഗി. അപ്പൊ ജപ്പാൻകാരനായ സുസുമു കിറ്റഗാവ, UK-കാരനായ റിച്ചാർഡ് റോബൻസൺ, അതുപോലെ ജോർദാൻകാരനായ ഒമർ എം യാഗിയാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനം, പുതിയ തരം തന്മാത്രാ വാസ്തുവിദ്യ വികസിപ്പിച്ചതിനാണ്
അദ്ദേഹത്തിന് നോബൽ സമ്മാനം. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനം, പുതിയ തരം തന്മാത്രാ വാസ്തുവിദ്യ വികസിപ്പിച്ചതിന്. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനം, അതുമായി ബന്ധപ്പെട്ട് നോബൽ സമ്മാനം. അടുത്ത നോക്കേ, 5ാമത് നോബൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിന്, മെഡിസിനും 3 പേർക്ക് കിട്ടി. ആരൊക്കെയാ നോക്കേ? ഷിമോൺ സകാഗുച്ചി, ജപ്പാനിലെ ഷിമോൺ സകാഗുച്ചി. ഫെഡറിക് ജെ റാംസ്വെൽ അമേരിക്കയ്ക്ക് കിട്ടി. മേരി ഇ ബ്രാങ്കോ അമേരിക്കയ്ക്ക് കിട്ടി. ഓക്കെ, അപ്പം ഷിമോൺ സകാഗുച്ചി ജപ്പാൻ, ഫെഡറിക് എ റാംസ്ഡെൽ അമേരിക്ക, മേരി ഇ ബ്രാങ്കോ അമേരിക്ക. ഓക്കെ, എന്തായിരുന്നു? പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസ്, അതായത് രോഗപ്രതിരോധ സംവിധാനം. പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടുന്നത്. അത് പേരുകൾ എന്തായാലും നിങ്ങൾ പലതവണ ഇങ്ങനെ കണ്ട് ശീലിച്ചെങ്കിലേ എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളൂ. അതുകൊണ്ട് അയ്യോ ഇതെങ്ങനെ പഠിക്കൂന്നൊന്നും നോക്കണ്ട, പലതവണ റിവിഷൻ ആവുമ്പോൾ ആ പേരുകളൊക്കെ ലയിക്കുമെന്ന് കേട്ടോ. പിന്നെ ഏതെങ്കിലും ചിലവരൊക്കെ ചെറിയ ചെറിയ കോഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അടുത്ത എക്കണോമിക്സിന്റെ നോബൽ സമ്മാനം നോക്കുക, ജോയൽ മോക്കിയർ, നെതർലൻഡ്സിന്. അദ്ദേഹത്തിന് വേറൊരു വിഷയമാണ്. ഫിലിപ്പ് അഗിയോൺ, ഫ്രാൻസ്. അതുപോലെ പീറ്റർ ഹൗവിറ്റ്, കാനഡ. ഇവർ രണ്ടുപേരും നോബൽ സമ്മാനം പകുതി പങ്കിട്ടു. ഇയാള് പകുതി പങ്കിട്ടു. ഇവർ രണ്ടുപേരും റോയൽ മാക്കൻ പകുതി കൊടുത്തിട്ട് ഈ പകുതിയുടെ പകുതി ഈ 2 പേരാണ് പങ്കിട്ടത്. അപ്പം ആ സമ്മാനത്തുക, അപ്പൊ റോയൽ മോക്കിർ നെതർലൻഡ്സ്, ഫിലിപ്പ് അഗിയോൺ ഫ്രാൻസ്, പീറ്റർ ഹൗവിറ്റ് കാനഡ. റോയൽ മോക്കിന്റെ സബ്ജക്ട് വേറെയാ. സാങ്കേതിക പുരോഗതിയിലെ ടെക്നിക്കൽ ഡെവലപ്മെന്റ്, സാങ്കേതിക പുരോഗതിയുടെ സുസ്ഥിര വളർച്ചയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ കൊണ്ടുവന്നതാണ് ജോയൽ മോക്കിർ. മറ്റേത് ക്രിയാത്മക നാശത്തിലൂടെയുള്ള സുസ്ഥിര വളർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചവരാണ്. ക്രിയാത്മക നാശത്തിലൂടെയുള്ള സുസ്ഥിര വളർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചതാണ് ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹൗവിറ്റും. ഓക്കെ, ഓർത്തു വെച്ചിരിക്കണേ. അപ്പം എക്കണോമിക്സിന്റെ നോബൽ സമ്മാനം കിട്ടിയ 3 പേരൊക്കെ ആരൊക്കെയാ? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവിറ്റ്. ജോയൽ മോക്കിർ നെതർലൻഡ്സും, ഫിലിപ്പ് അഗിയോൺ ഫ്രാൻസും, പീറ്റർ ഹൗവിറ്റ് കാനഡക്കാരനുമായിരുന്നു. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത നോക്കാം, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഞാൻ തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഉറപ്പായിട്ട്, അല്ലെങ്കിൽ തെറ്റായ ജോഡി ഏത് എന്നൊക്കെ ചോദിക്കാം. സമത്വ സമാജം അല്ലെ, കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് വിളിക്കുന്നത് ആരെയാ? വൈകുണ്ഠ സ്വാമികളെ. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന് വിളിക്കുന്നത് വൈകുണ്ഠ സ്വാമികളെ അല്ലേ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. വർഷം 1836. സമത്വ സമാജം ഏത് വർഷമാണ്? 1836. വൈകുണ്ഠ സ്വാമികളെയാണ് അല്ലെ. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമിയല്ലേ. നിഴൽത്തങ്കൽ ആരാധനാലയം കൊണ്ടുവന്നത് വൈകുണ്ഠ സ്വാമിയല്ലേ. സമപന്തി ഭോജനം കൊണ്ടുവന്നത് വൈകുണ്ഠ സ്വാമിയല്ലേ. അപ്പൊ നിഴൽത്താങ്കൽ ആരാധനാലയം, മുന്തിരിക്കിണർ എന്ന ആശയം കൊണ്ടുവന്നത് വൈകുണ്ഠ സ്വാമിയ. അപ്പൊ നിഴൽത്തങ്കൽ ആരാധനാലയം, മുന്തിരി കിണർ കൊണ്ടുവന്നത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇദ്ദേഹത്തിനാണ് ഈ അവർണരുമൊത്ത് രഥത്തിന്റെ തേര് വലിച്ചു. അവർണരുമൊത്ത് രഥത്തിന്റെ തേര് വലിച്ചത് വൈകുണ്ഠ സ്വാമിയ. പിന്നെയുണ്ട് 1859 നടന്ന ചാനാർ ലഹളയെ പിന്തുണച്ച നവോത്ഥാന നായകൻ. 1859 നടന്ന ചാനാർ ലഹളയെ പിന്തുണച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് ഇദ്ദേഹം ജനിച്ചത്. സ്വാമിത്തോപ്പിൽ. ഇദ്ദേഹത്തിന്റെ കൃതികൾ അഖിലത്തിരട്ട്, അമ്മാനെ അരുൾനൂൽ. ഇദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരട്ട്, അമ്മാനെ അരുൾനൂലാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരട്ട്, അമ്മാനെ അരുൾനൂൽ. സമത്വ സമാജം ഏത് വർഷം അദ്ദേഹത്തിന്റെ? 1836. അപ്പൊ കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സമത്വ സമാജം. ഓക്കെ, സെറ്റ് ആണല്ലോ. SNDP വന്നത് 1903 മെയ് 15. അത് ഡേറ്റോട് കൂടി പഠിച്ചേ പറ്റൂ കേട്ടോ. 1903 മെയ് 15 നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് SNDP സ്ഥാപിച്ചത്. അതിന്റെ ആജീവനാന്ത പ്രസിഡന്റും ശ്രീനാരായണ ഗുരു. സെക്രട്ടറി ആരാ? SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപു. ആദ്യത്തെ ഉപാധ്യക്ഷനാരാ? ഡോക്ടർ പൽപു. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ് കേട്ടോ. കൊല്ലമാണ് SNDPയുടെ ആസ്ഥാനം. അപ്പൊ SNDP വന്നത് 1903 ശ്രീനാരായണ ഗുരു ആജീവനാന്ത പ്രസിഡന്റും സെക്രട്ടറി കുമാരനാശാനും ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപുമാണ്. SNDPയുടെ ആദ്യകാല നാമം വാവൂട്ട് യോഗം എന്നതാണ്.
SNDPയുടെ ആദ്യകാല നാമം വാവൂട്ടി യോഗം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്നാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ജാതി മീമാംസ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ജാതി മീമാംസ, ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. അദ്ദേഹം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888-ലാണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണ് 1888. ശിവക്ഷേത്രം 87-ലാണ്. 1887 ശിവക്ഷേത്രം സ്ഥാപിക്കുന്നു. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ വരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ SNDP ഏത് വർഷം? 1903-ലാണ്. അടുത്ത നോക്കെ, സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി, അല്ലെ? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം. 1907-ലാണ്. അയ്യങ്കാളിയല്ലയുടെ പുലേരാജ എന്ന് ഗാന്ധിജി വിളിച്ചത്. അയ്യങ്കാളിയെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി അല്ലേ വിളിച്ചത്? ആണ്. അയ്യങ്കാളിയെ പുലേരാജ എന്ന് ഗാന്ധിജി വിളിച്ചു. അയ്യങ്കാളിയെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിളിച്ചു. അയ്യങ്കാളിയെ ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിച്ചതാരാണ്? EK നായനാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിളിച്ചതാരാണ്? EK നായനാർ. എവിടാ ജനിച്ചത് അയ്യങ്കാളി? തിരുവനന്തപുരം വെങ്ങാനൂര്, അല്ലെ? തിരുവനന്തപുരം വെങ്ങാനൂരല്ലേ അയ്യങ്കാളി ജനിച്ചത്. അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി യാത്ര ഫേമസ് അല്ലേ? വില്ലുവണ്ടി യാത്ര ഏത് വർഷമാ? 1893. വില്ലുവണ്ടി യാത്ര ഏത് വർഷമാണ്? 1893. വെങ്ങാനൂർ ടു കവടിയാർ കൊട്ടാരം 1893-ലാണ് വില്ലുവണ്ടി യാത്ര. നെടുമങ്ങാട് ചന്തലകള 1912-ലും പുലേലകള 1915-ലും പെരിനാട് ലകള അഥവാ കല്ലുമാല സമരം 1915 തന്നെയാണ്. അപ്പൊ പുലേലകള ഏത് വർഷമാണ്? 1915 അയ്യങ്കാളി നടത്തി. പുലേലകളയുടെ മറ്റു രണ്ട് പേരുകളാണ് ഊരട്ടമ്പലം ലകള എന്ന് പറയുന്നത് പുലേലകളെയാണ്. അതുപോലെ 90-ാം ആണ്ട് ലകള എന്നറിയപ്പെടുന്നത് പുലേലകളെയാണ്. അത് 1915 പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ പുലേലകള നടത്തിയത്. പിന്നെ പെരിനാട് ലകള 15 കൊല്ലം ജില്ലയിലാണ് പെരിനാട് ലകള കേട്ടോ. കല്ലുമാല സമരം എന്നുകൂടി ഉണ്ട്. അപ്പൊ അയ്യങ്കാളിയുടെ സംഘടന ഏതാണ്? സാധുജന പരിപാലന സംഘം. എന്നാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടത്? അല്ല, ശ്രീനാരായണ ഗുരു അല്ല, ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടത് അവസാനത്തെ വരവില്. ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ട വർഷം ഗാന്ധിജിയുടെ അവസാനത്തെ കേരളത്തിലേക്ക് വന്ന വർഷം എന്നാ 1937. ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിലെത്തിയ വർഷം എന്നാ 37. ആദ്യം വന്നത് 20-ലല്ലേ? ആണ്. ഗാന്ധിജി ആദ്യമായിട്ട് വന്നത് 20-ലാണ്. ആദ്യം കേരളത്തിൽ വരുന്നത് 20-ലും 20, 25, 27, 34, 37 എന്നല്ലേ നമ്മൾ പഠിക്കുന്നേ. ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങൾ 20, 25, 27, 34, 37. അപ്പം അതില് ആദ്യം വന്നത് 20-ലും അവസാനത്തെ വരവില് 37-ലാണ് അയ്യങ്കാളിയെ കാണുന്നത്. രണ്ടാമത്തെ വരവിൽ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നു. 25-ൽ ശ്രീനാരായണ ഗുരുവിനെ. അടുത്തൊക്കെ അരേ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പൊ 7-ൽ 2 സംഘടന വന്നേ. പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജം സ്ഥാപിച്ചു 1907-ലാണ്, അല്ലെ? കേരളത്തിന്റെ ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ? കേരളത്തിന്റെ ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ട എന്ന കൃതി എഴുതിയത് ജാതിക്കുമ്മി. അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ട എന്ന കൃതിയായ ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ ഇദ്ദേഹം ഒത്തിരി സംഘടന കൊണ്ടുവന്നിട്ടുണ്ട്. കല്യാണദായിനി സഭ ഒക്കെ കൊണ്ടുവന്ന ഇദ്ദേഹം. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908. അന്ന് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടും VT ഭട്ടത്തിരിപ്പാടുമാണ്. VT ഭട്ടത്തിരിപ്പാട് അന്ന് ചെറുതാണ്, എന്നാലും നമുക്ക് പഠിച്ചു വെക്കാം. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇതിന് പ്രസിഡന്റ് ആയിട്ട് ആദ്യം ഏറ്റെടുക്കുന്നത്. യോഗക്ഷേമ സഭ ഏത് വർഷം? 1908. VT ഭട്ടത്തിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും എന്നാണ്. VT ഭട്ടത്തിരിപ്പാടിന്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും. നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഈ VT ഭട്ടത്തിരിപ്പാടല്ലേ നമ്മളെ യാചനാ യാത്ര നടത്തിയത്? 1931 തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനാ യാത്ര നടത്തിയത് VT ഭട്ടത്തിരിപ്പാടാണ്. 1931 തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനാ യാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടത്തിരിപ്പാട്. അപ്പൊ യോഗക്ഷേമ സഭ ഏതാണ്? 1908. ഉണ്ണി നമ്പൂതിരി, മംഗളോദയം, ഇതൊക്കെ അവർ
അവരുടെ മാസികയല്ലേ. അടുത്ത നോക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ കൊണ്ടുവന്നത്. ഇദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ, ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് നമ്മുടെ കുമാര ഗുരുദേവനാണ്. പത്തനംതിട്ട ജില്ലയിലല്ലേ ഇദ്ദേഹം ജനിച്ചത്, ഇരവിപ്പേരൂർ, നമ്മൾ പഠിച്ചിട്ടില്ലേ. അടുത്തൊക്കെ, കല്യാണദായിനി സഭ 1912 പണ്ഡിറ്റ് കറുപ്പൻ, കൊടുങ്ങല്ലൂരൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. കൊച്ചി പുലേ സഭ, കൊച്ചി പുലേ മഹാസഭ 1913 പണ്ഡിറ്റ് കറുപ്പൻ. NSS 1914 മന്നത്ത് പത്മനാഭൻ അല്ലെ. NSS വന്ന വർഷം എന്നാണ് 1914 മന്നത്ത് പത്മനാഭൻ. എവിടെ ആസ്ഥാനം NSSന്റെ? ചങ്ങനാശ്ശേരിയിലെ പെരുന്ന അല്ലെ. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനം. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ തെറ്റരുത്, എന്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിത സ്മരണകൾ. ഇദ്ദേഹമാണ് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് 1924 സവർണ ജാഥ നയിച്ചത് ഇദ്ദേഹമാണ്. 59 വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ സവർണ ജാഥ നയിച്ചതും ജീവശിഖാ ജാഥ നയിച്ചതും ആരാണ്? മന്നത്ത് പത്മനാഭനാണ് ജീവശിഖാ ജാഥയൊക്കെ നയിച്ചത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്ത നോക്കെ, അരേ വംശ പരിപാലന യോഗം വേലിക്കുട്ടി അരയൻ, അരേ വംശ പരിപാലന യോഗം വേലിക്കുട്ടി അരയൻ 16. സഹോദര സംഘം, മിശ്രഭോജനം, വിദ്യാപോഷിണി, വെരി വെരി ഇമ്പോർട്ടന്റ് 17 സഹോദരൻ അയ്യപ്പൻ. സഹോദര സംഘവും മിശ്രഭോജനവും വന്ന വർഷം പറഞ്ഞേ 1917 സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പന്റെ മറ്റൊരു സംഘടനയാണ് വിദ്യാപോഷിണി, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിദ്യാപോഷിണി സഹോദരൻ അയ്യപ്പൻ. എറണാകുളം ജില്ലയിലെ ചേറായിലാണ് അദ്ദേഹം ജനിച്ചതും സ്മാരകമൊക്കെ എറണാകുളം ജില്ലയിലെ ചേറായി. മാവേലി നാടുവാൺ ഇടുങ്കാലം എന്ന പ്രശസ്ത വരി ലോക പ്രശസ്തമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ്. ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ മറന്നു പോരുത്, സഹോദര സംഘം, മിശ്രഭോജനം, വിദ്യാപോഷിണി ഇതൊക്കെ ആരുടെയാ? സഹോദരൻ അയ്യപ്പന്റെയാണ്. കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന വരി ആരുടെ? സഹോദരൻ അയ്യപ്പന്റെയാണ്. ഒക്കെ ഓർത്തു വെക്കുക. ആത്മവിദ്യാസംഘം നല്ലൊരു പോയിന്റ്. 17 തന്നെ നമ്മുടെ വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം ഏത് വർഷമാണ്? 1917 ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. എവിടാ ജനിച്ചത്? കണ്ണൂര് പാട്യം ഗ്രാമത്തിൽ. കണ്ണൂര് പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. വയലേരി കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദന്റെ ആദ്യകാല നാമം എന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ഇദ്ദേഹമാണ് കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകൻ. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകനാരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം 17 അടുത്തത് ആനന്ദ മഹാസഭ 18 ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ 18 ബ്രഹ്മാനന്ദ ശിവയോഗി. ഇദ്ദേഹത്തിന് ഒരു വാചകം ചോദിച്ചിട്ടുണ്ട്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ചു. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918 വക്കം മൗലവിയുടെയാണ്. മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നമ്മുടെ വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. തിരുവിതാംകൂർ ചേരമാൻ മഹാസഭ 21 പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമൻ മഹാസഭ 21 പാമ്പാടി ജോൺ ജോസഫ്. ആത്മബോധോദയ സംഘം ഈ 32 ശുഭാനന്ദ ഗുരുക്കളാണ്. ആത്മബോധോദയ സംഘം 32 ശുഭാനന്ദ ഗുരുക്കൾ. ജാതി നാശിനി സഭ വെരി വെരി ഇമ്പോർട്ടന്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ആനന്ദ തീർത്ഥൻ 33 ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ. നമ്മുടെ അക്കമ്മ ചെറിയാന്റെ സംഘടനയാണ് ദേശസേവികാ സംഘം. 38 ദേശസേവികാ സംഘം അക്കമ്മ ചെറിയാന്റെ സംഘടനയാണ്. കേരള പുലയ മഹാസഭ 70 അത് വരുന്നത്. PK ചാത്തൻ മാസ്റ്ററാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി PK ചാത്തൻ മാസ്റ്റർ നമ്മൾ പഠിക്കാറില്ലേ? കേരള പുലയ മഹാസഭ 70 PK ചാത്തൻ മാസ്റ്റർ. ഒരെണ്ണം എഴുതാൻ വിട്ടുപോയി. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ 96 വരുന്നുണ്ട്. ഡോക്ടർ പൽപ്പു. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ ഡോക്ടർ പൽപ്പു. കാതുമുറി പ്രസ്ഥാനം ആര്യ പള്ളത്തിന്റെയാണ്. CMI സഭ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഈഴവ സമാജം TK മാധവൻ. നായർ സമാജം മന്നത്ത് പത്മനാഭൻ. കേരളീയ നായർ സമാജം C കൃഷ്ണപിള്ള. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പം
ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്ന് പറയട്ടെ. സമത്വ സമാജം 1836 വൈകുണ്ഠസ്വാമികൾ, SNDP 1903 ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി, അരയ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പൻ, യോഗക്ഷേമ സഭ 1908 ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടും നമ്മുടെ VT ഭട്ടത്തിരിപ്പാടും, പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ 1909 ആരായിരുന്നു? 9 പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ. അടുത്തത് 1914 NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. 17 സഹോദരൻ അയ്യപ്പന്റെ 3 പ്രസ്ഥാനങ്ങൾ, സഹോദര സംഘം, മിശ്രഭോജനം, വിദ്യാപോഷിണിയൊക്കെ സഹോദരൻ അയ്യപ്പന്റെയാണ്. 17 തന്നെയാണ് വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘം. 18 മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭ. അതുപോലെ 33 ജാതിനാശിനി സഭ, ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്, ആനന്ദ തീർത്ഥനാണ്. അപ്പം അത് ഇത്രയും ഓർത്തു വെച്ചിരിക്കണേ. അപ്പം കാതുമുറി പ്രസ്ഥാനമാരുടെ ആര്യാപ്പള്ളം, CMI സഭയാരുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അതുപോലെ ദേശസേവിക സംഘകാരുടെ അക്കമ്മ ചെറിയാൻ, കല്യാണദായിനി സഭയാരുടെ കല്യാണദായിനി സഭ നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ, നമ്മുടെ കേരള പുലേ മഹാസഭയാരുടെ കേരള പുലേ മഹാസഭയാരുടെ എന്ന് ചോദിച്ചാൽ PK ചാത്തൻ മാസ്റ്റർ, 1970 PK ചാത്തൻ മാസ്റ്റർ. കുഴപ്പമില്ലല്ലോ, റിവിഷൻ നടത്തണേ, അധ്യാപകർ നല്ലോണം പറഞ്ഞു തരും. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളേ. അടുത്തത്, ഇത് ഉറപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്, മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനങ്ങൾ. ഒന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് 1916 നടന്നു. അധ്യക്ഷൻ ആനി ബസന്റ് ആണ്. ഒന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് 1916 ആനി ബസന്റ് ആണ്. രണ്ടാം മലബാർ ജില്ലാ സമ്മേളനം കോഴിക്കോടാണ് നടന്നത്. രണ്ടാം മലബാർ ജില്ലാ സമ്മേളനം കോഴിക്കോട് 17 സർ CP രാമസ്വാമി അയ്യരായിരുന്നു അതിന്റെ അധ്യക്ഷൻ. മൂന്നാം മലബാർ സമ്മേളനം തലശ്ശേരിയിലെ 1918 ആസാദ് അലി ഖാൻ ബഹാദൂർ എന്ന് പറയുന്ന ആളാണ് അതിന്റെ അധ്യക്ഷൻ. അപ്പൊ ഒന്നാം സമ്മേളനം നടന്നത് എവിടാണ്? ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം പാലക്കാടാണ്. അധ്യക്ഷൻ ആനി ബസന്റ് ആണ്, 16 രണ്ടാം മലബാർ ജില്ലാ സമ്മേളനം കോഴിക്കോട് CP രാമസ്വാമി അയ്യർ. മൂന്നാം മലബാർ സമ്മേളനം തലശ്ശേരിയിൽ 18 ആസാദ് അലി ബഹാദൂർ. അതുപോലെ നാലാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം വടകരയിലാണ്. വടകരയിൽ 19 KP രാമൻ മേനോനാണ്. KP രാമൻ മേനോൻ. അഞ്ചാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം മഞ്ചേരിയിൽ 1920 കസ്തൂരി രംഗ അയ്യങ്കാർ. വെരി വെരി ഇമ്പോർട്ടന്റ്, 20 ചോദിച്ചിട്ടുണ്ട്. അഞ്ചാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം മഞ്ചേരിയിലാണ്. 20 കസ്തൂരി രംഗ അയ്യങ്കാർ എന്ന് പറയുന്ന ആളാണ്. അത് 20 എടുത്തു പഠിക്കാനും ഉണ്ട്. മഞ്ചേരി മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെ കേരളത്തിന്റെ സൂററ്റ് എന്നൊരു അപരനാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. മഞ്ചേരി ജില്ലാ സമ്മേളനം കേരളത്തിന്റെ സൂററ്റ് എന്ന അപരനാമം. ഈ സമ്മേളനത്തിൽ ഖിലാഫത്ത് പ്രശ്നവും ഭരണപരിഷ്കാരവും കുടിയാത്മാ പ്രശ്നവും ഒക്കെ ചർച്ച ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി വന്നത്. ഖിലാഫത്ത് പ്രശ്നം, ഭരണപരിഷ്കാരം, കുടിയാത്മാ പ്രശ്നം ഒക്കെ ചർച്ച ചെയ്തത് മഞ്ചേരി സമ്മേളനത്തിൽ 20 കസ്തൂരി രംഗ ആരായിരുന്നു അധ്യക്ഷൻ? കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ലല്ലോ. അടുത്തതാ വരുന്ന വെരി വെരി ഉറപ്പായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പോർഷൻ. നിങ്ങൾക്ക് ഒരുവിധം അറിയാം, ബേസ് ക്വസ്റ്റ്യൻ എല്ലാം ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളേ. എന്നാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് വന്നത്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആദ്യം ഭേദഗതിയായിട്ട് വരുന്നു 92 73 ഭേദഗതി. പഞ്ചായത്ത് രാജ് 73, നഗരപാലിക ബില്ല് 74. 74 പഞ്ചായത്ത് രാജ് 73, നഗരപാലിക എന്ന എത്ര ഭേദഗതി? 74 അല്ലെ? 74 അതൊന്ന് ഓർത്ത് വെക്കുക. 1992 73 ഭേദഗതിയിലൂടെ വന്ന് നിലവിൽ വന്നത് 93 ഏപ്രിൽ 24. അതുകൊണ്ട് എല്ലാ വർഷവും ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം എന്ന് നമ്മൾ ആഘോഷിക്കുന്നു. അപ്പൊ ഏപ്രിൽ 24 ഏത് ദിനമാണ്? പഞ്ചായത്ത് രാജ് ദിനം. ഏപ്രിൽ 21 ഏതാണ്? സിവിൽ സർവീസ് ദിനം അല്ലെ? സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. ഏപ്രിൽ 22 ഏത് ദിനോ? ഭൗമ ദിനം, എർത്ത് ദിനം ഏപ്രിൽ 22. ഏപ്രിൽ 23 പുസ്തക ദിനമല്ലേ? ഏപ്രിൽ 23 പുസ്തക ദിനം. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമല്ലേ? പഞ്ചായത്ത് രാജ് ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. പഠിച്ചൂടെ? മലേറിയ ദിനം. അപ്പം ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനം,
ഏപ്രിൽ 22 ഭൗമദിനം, ഏപ്രിൽ 23 പുസ്തക ദിനം, ഏപ്രിൽ 24 നമ്മുടെ പഞ്ചായത്ത് രാജ് ദിനം, ഏപ്രിൽ 25 മലേറിയ ദിനം, ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. അതും കൂടെ പഠിച്ചേക്കണേ, ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. അപ്പോ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 93 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽബന്ത് റായി മേത്തയാണ്, അല്ലെ? ബൽബന്ത് റായി മേത്തയാണ്. ഇന്ത്യയിൽ ഭേദഗതി വരുമ്പോൾ PV നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയാണ്. അപ്പം 73 ഭേദഗതി വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? PV നരസിംഹറാവു. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ശങ്കർ ദയാൽ ശർമ്മ. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് വിളിക്കേണ്ടത് ആരെയാ? ബൽബന്ത് റായി മേത്ത. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ചോദിച്ചാൽ 9ഉം പട്ടിക ചോദിച്ചാൽ 11ഉം ആണ് പറയേണ്ടത്. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? പാർട്ട് 9 ഷെഡ്യൂൾ 11 നമ്മൾ പറയേണ്ടത്. അപ്പൊ ഭാഗം 9 പട്ടിക 11 ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടം വരെ? 243A മുതൽ O വരെ. വെരി വെരി ഇമ്പോർട്ടന്റ്. 243A മുതൽ O വരെ. ഇതുവരെ പറഞ്ഞ ഒന്നും കൂടെ പറഞ്ഞേ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ഭേദഗതി 1992 73 ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ബൽബന്ത് റായി. പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 9ഉം പട്ടിക 11ഉമാണ്. ആർട്ടിക്കിൾ 243A-യും 243A മുതൽ O വരെയാണ്. 243A മുതൽ O വരെയാണ്. സെറ്റ് ആണല്ലോ? ഓക്കെ, അടുത്ത നോക്കേ. അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ്. പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പഞ്ചായത്ത് രാജ് ആദ്യമായി വന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഇനി കേരള പഞ്ചായത്ത് രാജിന്റെ നിയമം വന്നത് ഒരു വർഷം ഒന്ന് മാറ്റി ഡേറ്റ് ഒന്ന് കുറച്ചാൽ മതി. മറ്റേടത്ത് 93 ആണെങ്കിൽ കേരളത്തിൽ 94, അവിടെ ഏപ്രിൽ 24 ആണെങ്കിൽ ഇവിടെ ഏപ്രിൽ 23. കേരള പഞ്ചായത്ത് രാജ് 94 ഏപ്രിൽ 23 പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം എന്ന് വിളിക്കുന്നത് ഗ്രാമസഭയല്ലേ? ആണ്. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ തെറ്റണ്ട 243A. ഗ്രാമസഭയുടെ കൺവീനറും വിളിച്ചു കൂട്ടേണ്ടതും ഒക്കെ വാർഡ് മെമ്പറാണ്. അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. ഗ്രാമസഭയുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ പഠിക്കണേ. അപ്പൊ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എല്ലാം എഴുതിയിട്ടുണ്ട്. 243A ഗ്രാമസഭ, 243B പഞ്ചായത്തുകളുടെ രൂപീകരണം, 243B, 243C പഞ്ചായത്ത് സംവിധാനത്തെ കുറിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള, നിയമനിർമ്മാണം എന്ന് പഠിച്ചാലും മതി, നിയമനിർമ്മാണം നടത്താനുള്ള സംവിധാനം. 243D പഞ്ചായത്തിലെ സംവരണ വാർഡുകളെ കുറിച്ച് പറയുന്നത് 243D. അപ്പൊ A ഗ്രാമസഭ, B പഞ്ചായത്ത് രൂപീകരണം, C നിയമനിർമ്മാണം, D സംവരണ വാർഡുകൾ. അടുത്തൊക്കെ E പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി, F അംഗങ്ങളുടെ അയോഗ്യത, G അധികാരങ്ങളും ചുമതലകളും, H പഞ്ചായത്ത് നികുതികളെ കുറിച്ച് പറയുന്നത്, I പഞ്ചായത്തിലെ ധനകാര്യ കമ്മീഷൻ, അത് നമ്മൾ അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ ധനകാര്യ കമ്മീഷൻ, 243K പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അല്ലെ? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ 243K അല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതാ ഇങ്ങോട്ട് വരാൻ പോകുന്നു, അല്ലെ? അതുകൊണ്ട് ഉറപ്പായിട്ട് ചിലപ്പം കയറി വരാം 243K. അപ്പൊ 243I തെറ്റരുതേ. പഞ്ചായത്തിന്റെ ധനകാര്യ കമ്മീഷൻ, H നികുതി, H ഒക്കെ ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. നികുതികളെ കുറിച്ച് പറയുന്നത് H, G അധികാരങ്ങളും ചുമതലകളും, F അംഗങ്ങളുടെ യോഗ്യത, E പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി. അത് നോക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭു ആണ് കേട്ടോ. പഞ്ചായത്ത് രാജിന്റെ പിതാവ് നമ്മുടെ ആരാ? ബൽബന്ത് റായ് മേത്തയാണെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് വൈസ്രോയി ആയ റിപ്പൺ പ്രഭു ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് കേന്ദ്രത്തിൽ നിന്നല്ലേ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മതി കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എവരാണ് തെരഞ്ഞെടുക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 21 വയസ്സാണ്, അല്ലെ? പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് എന്ന പദം കൊണ്ടുവന്നത്. ജനകീയ ആസൂത്രണം എന്ന പദം കൊണ്ടുവന്നത് MN റോയി ആണ്. പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നത് MN റോയി ആണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം
കൊണ്ടുവന്നത് ത്രിതലം ഇല്ലേ, ഇപ്പൊ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അത് കൊണ്ടുവന്നത് ബൽബന്ത് റായി മേത്ത കമ്മീഷനാണ് 57. അപ്പൊ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം കൊണ്ടുവന്നത് ഏത് കമ്മീഷനാണ്? ബൽബന്ത് റായി മേത്ത കമ്മീഷൻ 57. പിന്നെ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ദ്വിതല പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തൊക്കെ ദ്വിതല പഞ്ചായത്ത് അശോക് മേത്ത കമ്മിറ്റി കേട്ടോ 77. ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന EMS അംഗമായിട്ടുണ്ട് കേട്ടോ. അപ്പം ബൽബന്ത് റായി മേത്ത കമ്മിറ്റി 57, അശോക് മേത്ത കമ്മിറ്റി 77. വർഷം ചോദിക്കാമേ. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം കൊണ്ടുവന്നതും അശോക് മേത്ത കമ്മിറ്റിയാണ്. അടുത്തൊക്കെ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത 2 കമ്മിറ്റിയുണ്ട്. LM സിംഹി കമ്മിറ്റി 86 കൂടി വന്ന് രാജീവ് ഗാന്ധി കൊണ്ടുവരുന്നതാ LM സിംഹി കമ്മിറ്റി. അതുപോലെ ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത ഒരു പാർലമെന്ററി സബ് കമ്മിറ്റി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് PK തുങ്കൻ കമ്മിറ്റി 88 കൂടി വരികയും നിലവിൽ വന്നത് 89 കേട്ടോ. PK തുങ്കൻ കമ്മിറ്റി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇനി ഹിമാലയത്തിന്റെ ഉപവിഭാഗങ്ങൾ നോക്കേ. അതായത് ഭൂപ്രകൃതി, പർവ്വതങ്ങളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 5 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി, പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഹിമാലയത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? 5. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഓക്കെ, കാശ്മീർ ഹിമാലയത്തിന്റെ പ്രത്യേകത കാറക്കോറം, ലഡാക്ക്, സസ്കർ, പീപ്പഞ്ചൽ എന്നീ പർവ്വത നിരയെല്ലാം കാശ്മീർ ഹിമാലയത്തിലാണ്. കാറക്കോറം, ലഡാക്ക്, സസ്കർ ഒക്കെ ഏത് ഹിമാലയത്തിൽ വന്നത്? കാശ്മീർ. അതുകൊണ്ട് നമ്മൾ കാറക്കോറം പഠിക്കുമ്പോഴേ മൗണ്ട് കേറ്റു ഏത് പർവ്വത നിരയിൽ നിന്ന് ചോദിക്കാറില്ലേ? ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് കേറ്റു കാറക്കോറം മലനിര. പക്ഷെ എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി ഇതൊക്കെ ഹിമാദ്രിയിൽ കിടക്കുകയാണ്. എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി ഒക്കെ ഹിമാദ്രിയിലും കാറക്കോറത്തിലാണ് മൗണ്ട് കേറ്റു കിടക്കുന്നത്. ലഡാക്ക്, സസ്കർ, ലഡാക്ക് അല്ലേ? ലഡാക്ക് എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഇപ്പൊ ലഡാക്കാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. അതുപോലെ ലഡാക്കിലെ ലേയിൽ അല്ലി സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം ലഡാക്കിലെ ലേ നല്ലി. ഈ ലഡാക്കിലാണ് ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഉള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ലഡാക്കിലെ ഹെമിസ് ദേശീയ പാർക്കാണ്. ഹിമപ്പുലികളെ കണ്ടുവരുന്നത് ഹെമിസ് ദേശീയ പാർക്കിൽ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാണ്? ഹെമിസ് ദേശീയ പാർക്ക് ലഡാക്കിലാണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലഡാക്ക്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന മണ്ണിനമാണ് കരേവ മണ്ണ്. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് എന്നൊരു ചോദ്യം വന്നിട്ടില്ലേ? കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരേവ മണ്ണ്. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് പീറ്റ് മണ്ണല്ലേ? പീറ്റ് മണ്ണാണ്. പ്രധാന ഹിമാനികളായ സിയാച്ചിൻ, ബോൾദാരോ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ ഭാഗത്തിലാണ്. സോജില ചുരം, ബെനിഹാൾ ചുരം തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു ഇതൊക്കെ കാറക്കോറം നിരയിലാണ്. ഊളാർ തടാകം, ദാൽ തടാകം ഇതൊക്കെ നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലാണ്. കാശ്മീർ ഹിമാലയത്തിൽ ഊളാർ തടാകം, ദാൽ തടാകം പഠിച്ചേ. 2 ക്വസ്റ്റ്യൻ. ഊളാർ തടാകം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകം, ജമ്മു കാശ്മീർ. ദാൽ തടാകം എന്താ നമ്മൾ പഠിക്കുന്നത്? ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമായ തടാകം ശിക്കാര എന്ന ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമായ ജമ്മു കാശ്മീരിലെ തടാകം ഏതാണ്? ദാൽ തടാകം. സിന്ധു അതിന്റെ പോഷക നദികളെല്ലാം ഹിമാലയൻ താഴ്വരകളിലാണ്. വൈഷ്ണോ ദേവി ക്ഷേത്രം, അമർനാഥ് ഗുഹ ഇതൊക്കെ കാണപ്പെടുന്നത് ഹിമാലയത്തിലാണ്. അടുത്തൊക്കെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തൊക്കെ സിന്ധു, ഗംഗ എന്നീ 2 നദീഭൂവങ്ങൾ ഈ പ്രദേശത്തെ പ്രധാന നീരൊഴുക്കുകളാണ്. ഹിമാലയത്തിലെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് മരുഭൂമിയുടെ തുടർച്ചയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്തത് ഗ്രേറ്റ് ഹിമാലയം, ലെസർ ഹിമാലയം, സിവാലിക് നിര ഇതൊക്കെ വ്യക്തമായി കാണപ്പെടുന്നത് ഹിമാചൽ ഹിമാലയത്തിലാണ്. ധർമ്മശാല, മുസ്സൂറി, ഷിംല തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ, പ്രധാന ഡൂണുകളായ ഡെറാഡൂൺ, ഹരിക്കൈ ഡൂൺ ഇതൊക്കെ
കാണപ്പെടുന്നു. ഏറ്റവും വലിയ ഡൂണായ ഡെറാഡൂൺ കാണപ്പെടുന്നു. ബോട്ടിയ ഗോത്രവർഗ്ഗക്കാർ, ഇതൊന്ന് പഠിച്ചു വെച്ചേരെ കേട്ടോ. ബോട്ടിയ ഗോത്രവർഗ്ഗക്കാർ കാണപ്പെടുന്നതും ഏത് ഹിമാലയത്തിലാണ്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. പൂക്കളുടെ താഴ്വര കാണപ്പെടുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ് തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ. അടുത്ത ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയം, കിഴക്ക് ഭൂട്ടാൻ ഹിമാലയം അതിരിടുന്നത്. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളെല്ലാം ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യയിലെ നദിയല്ലേ ടീസ്റ്റ. സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റയല്ലേ? ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്, ശരിയാ, അതും ഇതിലാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നതും ഏതിലാണ്? അതായത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. കാഞ്ചൻജംഗ സിക്കിം. ലെപ്ച ഗോത്ര വിഭാഗക്കാരാണ് ഇവിടെ അധിവസിക്കുന്നത്. മറ്റേത് ബോട്ടിയ ഗോത്ര വിഭാഗക്കാർ, ഇവിടെ ലെപ്ച. ഇവിടെ ഏതാ? സിക്കിം ഹിമാലയത്തിൽ. അടുത്ത അരുണാചൽ ഹിമാലയം. ഭൂട്ടാൻ ഹിമാലയത്തിന്റെ കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു. ജൂമിങ് കൃഷിരീതി അരുണാചൽ പ്രദേശിലെ ഒരു പ്രധാന, അരുണാചൽ ഹിമാലയത്തിലെ ഒരു പ്രധാന കൃഷിരീതിയാണ് ജൂമിങ് കൃഷിരീതി. മോൻഫ, ദഫ്ല, മിസ്മി, അബോർ, നാഗന്മാർ ഇതൊക്കെ അവിടുത്തെ ഗോത്ര വിഭാഗക്കാരാണ്. ഓർത്തു വെച്ചിരിക്കുക. അടുത്ത കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. വടക്ക് പട്കായി ഭൂമി മുതൽ നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, ലുഷായി കുന്നുകൾ ഇതൊക്കെ കിഴക്കൻ കുന്നുകളായിട്ട് നമുക്ക് പറയാം. മണിപ്പൂർ കുന്ന്, ലുഷായി കുന്ന്, നാഗാ കുന്ന്, പട്കായി ഇതൊക്കെ. ബറാക്ക് നദിയാണ് ഇവിടുത്തെ പ്രധാന നദി. ബറാക്ക് നദി. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ലോക്താക് തടാകം ഇവിടെയാണ് കിടക്കുന്നത്. ലോക്താക് തടാകം എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ. ലോക്താക് വടക്കേ കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്താക് തടാകമല്ലേ? ആണ്. മണിപ്പൂരിലല്ലേ ലോക്താക് തടാകം? ഒഴുകുന്ന ദേശീയ പാർക്കായ കെയ്ബിൾ ലങ്ജാവോ സ്ഥിതി ചെയ്യുന്നത് ലോക്താക് തടാകത്തിലല്ലേ? ഒഴുകുന്ന ദേശീയ പാർക്കായ കെയ്ബിൾ ലങ്ജാവോ സ്ഥിതി ചെയ്യുന്നത് ലോക്താക് തടാകത്തിലാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്താക് തടാകം. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ സ്ഥലമാണ് ലോക്താക് തടാകം. മണിപ്പൂരാണ്. മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ടിട്ട മൊളാസിസ് തടം മിസോറാമിലാണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയിലെ തടാകം ഏത്? ലോക്താക് തടാകം, മണിപ്പൂർ. മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട മൊളാസിസ് തടം എവിടെയാ? മിസോറാം. മിസോറാം. അടുത്ത വേറൊരു സെക്ടറിലേക്ക്. ഈ നദീ താഴ്വര ഒന്ന് പഠിച്ചു വെച്ചിരിക്കും. ഹിമാലയത്തിലെ നദീ താഴ്വര അതും ചോദിക്കാം, ഉറപ്പ്. നദീ താഴ്വരയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 4ആയി തിരിച്ചത് സിഡ്നി ബർണാഡ് എന്ന് പറയുന്ന ആളാണ്. അത് നോക്കിയ ആ നദീ താഴ്വര പഞ്ചാബ് ഹിമാലയം സിന്ധുവും സത്ലജിനും ഇടയിൽ 500 കിലോമീറ്റർ ആണ്. ഹുമയൂൺ ഹിമാലയം സത്ലജിനും കാളിക്കും ഇടയ്ക്ക് 320 കിലോമീറ്റർ. നേപ്പാൾ കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയ്ക്ക് 800 കിലോമീറ്റർ. ആസാം ഹിമാലയം ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്ക് ആണ് 750 കിലോമീറ്റർ. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ പഞ്ചാബ് സിന്ധു സത്ലജ്, കുമയൂൺ ആകുമ്പോ സത്ലജ് കാളി, നേപ്പാൾ ആകുമ്പോ കാളി ടീസ്റ്റ, അടുത്തത് ആസാം ഹിമാലയം ആകുമ്പം ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്കാണ്. ഓക്കെ, ഓർത്ത് വെക്കാം. വയലാർ അവാർഡ് നേടിയ കൃതികൾ ഒന്ന് നോക്കിയുടെ. എന്നാ വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്? 77 മുതലാണ് വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം എന്നാണ് 77. ഒക്ടോബർ 20 വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27-നാണ് ഇത് കൊടുക്കുന്നത്. 1977 കൊടുത്തു തുടങ്ങിയത്. പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ്. ആദ്യം ലഭിച്ചത് 77 ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. എന്നാണ് വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്? 77-ലാണ് വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2022 വയലാർ അവാർഡ് എസ് ഹരീഷിന്റെ മീശയ്ക്കും 23 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലത്തിനും 24 നമ്മളെ അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവിലിനും 25 സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛനുമാണ്. അപ്പൊ 22 എസ് ഹരീഷിന്റെ മീശ, 23 ശ്രീകുമാരൻ തമ്പിയുടെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെ ഇതാണ്. 23 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം, 24 അശോകൻ ചരുവിലിന്റെ
കാട്ടൂർ കടവ്, 25 തപോമയുടെ അച്ഛൻ സന്തോഷ് കുമാറിന്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. പ്രധാനപ്പെട്ട വയലാർ അവാർഡ് കിട്ടിയ നിങ്ങൾക്ക് ഒരു പോർഷൻ അതുണ്ട്, പ്രധാന അവാർഡ് കിട്ടിയ കൃതികൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ വയലാർ അവാർഡ് തന്നെ കയറി ചോദിക്കാം. അതുകൊണ്ടാണ് ONV കുറുപ്പിന് വയലാർ അവാർഡ് കിട്ടിയത് ഉപ്പിനാണ്. 1982 ഉപ്പിനാണ് ONV കുറുപ്പിന്. MT വാസുദേവൻ നായർക്ക് രണ്ടാം മൂഴത്തിനാണ് 85 ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT എഴുതിയ കൃതി അല്ലയോടെ രണ്ടാം മൂഴം. ഭീമനെ രണ്ടാം മൂഴം എന്ന് പറയുന്നത് MTയുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ നോവൽ നാലുകെട്ടാണ് അല്ലെ. നാലുകെട്ടും അവസാനത്തെ വാരണാസി നമ്മൾ പഠിക്കാറില്ലേ. നിളയുടെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് MT വാസുദേവൻ നായരല്ലേ. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ അല്ലെ. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നൊക്കെ വിളിക്കുന്നത് MT വാസുദേവൻ നായർ. 85 MT വാസുദേവൻ നായർക്ക് രണ്ടാം മൂഴത്തിന് വയലാർ അവാർഡ് കിട്ടി. 95 ജ്ഞാനപീഠം ലഭിക്കുന്നത്. സുഗതകുമാരിക്ക് അമ്പലമണിക്കാ കിട്ടിയത്. സുഗതകുമാരി 84 അമ്പലമണി. OV വിജയൻ 91 ഗുരുസാഗരം. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം പറഞ്ഞു കളയരുത്. ഗുരുസാഗരത്തിനാണ് 91. തകഴിക്ക് വയലാർ അവാർഡ് കിട്ടിയത് 80 കയറിനാണ്. തകഴിക്ക് വയലാർ അവാർഡ് 80 കയർ. M മുകുന്ദന് 2003 കേശവന്റെ ബിലാപങ്ങൾക്കാണ് വയലാർ അവാർഡ് കിട്ടിയത്. കേശവന്റെ ബിലാപങ്ങളിലെ കേശവൻ EMS ആണ് കേട്ടോ. EMSനെ കേന്ദ്ര കഥാപാത്രമാക്കി M മുകുന്ദൻ എഴുതിയ നോവലാണ് കേശവന്റെ ബിലാപങ്ങൾ. 2003 മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ M മുകുന്ദന്റെ നൃത്തമാണ്. M മുകുന്ദന്റെ. വൈലോപ്പള്ളിക്ക് മകരക്കൊയ്ത്ത് കേട്ടോ. മകരക്കൊയ്ത്ത് വൈലോപ്പള്ളിക്കാണ് അല്ലെ. വൈലോപ്പള്ളിയല്ലേ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് ആണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് വൈലോപ്പള്ളിയാണ്. വൈലോപ്പള്ളി ശ്രീധര മേനോൻ അല്ലെ. ശ്രീ എന്ന തൂലിക നാമോലെ, മാമ്പഴം, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, വിട, കൈപ്പവല്ലരി, സഖ്യന്റെ മകൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. മാധവിക്കുട്ടിക്ക് നീർമാതളം പൂത്തകാലം, സാറാ ജോസഫിന്റെ അലാഹയുടെ പെൺമക്കൾ, സീത രാധാകൃഷ്ണന്റെ മുമ്പേ പറക്കുന്ന പക്ഷികൾ, MK സാനുവിന് ചങ്ങമ്പുഴ, നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം. അപ്പൊ മാധവിക്കുട്ടിക്ക് നീർമാതളം പൂത്തകാലം, സാറാ ജോസഫിന് അലാഹയുടെ പെൺമക്കൾ, സി രാധാകൃഷ്ണന് മുൻപേ പറക്കുന്ന പക്ഷികൾ, MK സാനുവിന് ചങ്ങമ്പുഴ, നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം. ആനന്ദിന് വയലാർ അവാർഡ് കിട്ടിയത് മരുഭൂമികൾ ഉണ്ടാകുന്നത്. NN കക്കാടിന്റെ വയലാർ അവാർഡ് കിട്ടിയ കൃതി സഫലമീ യാത്ര അല്ലെ. സഫലമീ ആർദ്രമീ ധനുമാസ രാവുകളിലെന്നോ എന്ന് തുടങ്ങുന്ന വരിയിലെ സഫലമീ യാത്ര അല്ല. പിന്നിലെ ക്ലാസ്മേറ്റ്സിലെ ഒരു വരിയൊക്കെ സഫലമീ യാത്രയില്ല. വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ആരെന്നും എന്തെന്നും ആർക്കറിയാമെന്നും പറഞ്ഞ് നല്ലൊരു വരിയില്ലേ, അതും സഫലമീ യാത്ര NN കക്കാടിന്റെ. കോവിലന് തട്ടകം, മലയാറ്റൂരിന് യന്ത്രം. മലയാറ്റൂരിന് വയലാർ അവാർഡ് കിട്ടിയത് യന്ത്രം. T പത്മനാഭന് പുഴ കടന്ന മരങ്ങൾക്കിടയിലേക്ക്. തിക്കൊടിയന് അരങ്ങു കാണാത്ത നടൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയും തിക്കൊടിയന്റെ ഇതാണെന്ന് പറയാറുണ്ട്. അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയന്. PK ബാലകൃഷ്ണന് ഇനി ഞാൻ ഉറങ്ങട്ടെ. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയതല്ലേ PK ബാലകൃഷ്ണന് ഇനി ഞാൻ ഉറങ്ങട്ടെ. വയലാർ അവാർഡ് നേടിയ രണ്ടാമത്തെ കൃതി PK ബാലകൃഷ്ണന്റെ കേട്ടോ. ആദ്യത്തത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. രണ്ടാമത്തെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ കേട്ടോ. KR മീരയ്ക്ക് ആരാച്ചാർ. ബെന്യാമന് മാൻതളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ. വയലാർ അവാർഡ് നേടിയ കൃതികൾ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ ചിലപ്പോ ഒന്ന് ചോദിച്ചാലോ സാധ്യതയുണ്ട്. കാരണം പ്രധാനപ്പെട്ട അവാർഡുകൾ, കൃതികൾ എന്നും പറഞ്ഞ് നേടിയ കൃതികൾ എന്നും പറഞ്ഞൊരു പോർഷൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ഗ്രേഡിന്റെ ടോപ്പിക്കിൽ ഇട്ടിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ ഏത് സ്റ്റേറ്റ് ഒന്ന് മാച്ച് ദ ഫോളോയിങ് പഠിച്ചു വെക്കാം. കക്രപ്പാറ ആണവ നിലയം ഗുജറാത്ത്, കൈഗ കർണാടക. കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്ത്, കൈഗ കർണാടക. നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട്. താരാപൂർ ആദ്യത്തെ ഇന്ത്യയിലെ പ്രധാന ആണവ നിലയം, ആദ്യത്തെ ആണവ നിലയം ചോദിച്ചാലും താരാപൂർ അല്ലേ നമ്മൾ പറയുന്നത്. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ്. താരാപൂർ മഹാരാഷ്ട്ര. ജയ്താപൂറും മഹാരാഷ്ട്രയിലാണ്. കോട്ടയം റാവത്ത് ഭട്ട്, എന്താ ഇപ്പൊ അങ്ങോട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. റാവത്ത് ഭട്ട് എവിടെയാണെന്ന് ചോദിച്ചു. കോട്ടയം റാവത്ത് ഭട്ടും രാജസ്ഥാൻ. കൊവാഡ ആന്ധ്രാപ്രദേശ്. കൊവാഡ എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. അപ്പം കക്രപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്, കൂടംകുളവും കൽപ്പാക്കവും തമിഴ്നാട്, താരാപൂറും ജയ്താപൂറും രാജസ്ഥാൻ, കോട്ടയം റാവത്ത് ഭട്ടും താരാപൂറും ജയ്താപൂറും മഹാരാഷ്ട്ര, കോട്ടയം റാവത്ത് ഭട്ടും രാജസ്ഥാൻ. അപ്പൊ കക്രപ്പാറ ഗുജറാത്ത്. കക്രപ്പാറ അണക്കെട്ട് ചോദിച്ചിട്ടില്ലേ? അതൊക്കെ ഏത് നദിയുടെ തീരത്താണ്? കക്രപ്പാറ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. താപ്തി നദി. താപ്തി. കൈഗ കർണാടകയിലാണ്. കൈഗ എവിടെയാണ്? കർണാടകയിലാണ് കൈഗ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി പ്രധാന
പ്രധാനപ്പെട്ട മലയാളത്തിലെ സിനിമാ സംവിധായകർ അവരുടെ ഉറപ്പ് വരാൻ പറ്റിയൊരു ഡിഗ്രി ലെവലിനെ താഴെ പറയുന്നതിൽ ജി അരവിന്ദന്റെ സിനിമയല്ലാത്തത് ഏത് എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഇടയ്ക്ക് ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ അടുത്ത ആഴ്ച ഞാൻ വേറെ ക്ലാസ് ഇടും. അതിന് മുമ്പ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറെ ക്വസ്റ്റ്യനുകൾ തന്നെയാണ് ഞാൻ ഇടുന്നത്. ജി അരവിന്ദന്റെ ക്വസ്റ്റ്യനൊക്കെ പല പരീക്ഷയ്ക്ക് LDC കണ്ടിട്ടുണ്ട്, ഡിഗ്രി ലെവൽ കണ്ടിട്ടുണ്ട്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. നോക്കേ, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് കാഞ്ചന സീത. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന്. ജി അരവിന്ദന്റെ സിനിമയിൽ പ്രധാനപ്പെട്ടത് കാഞ്ചന സീത. തമ്പ്, വാസ്തുകാര, കുമ്മാട്ടി, പോക്കുവെയിൽ, ചിദംബരം, എസ്തപ്പാൻ, മാറാട്ടം, ചിദംബരം, കാഞ്ചന സീത, പോക്കുവെയിൽ, കുമ്മാട്ടി, വാസ്തുകാര, തമ്പ്, ഇതൊക്കെ ജി അരവിന്ദന്റെ കൃതിയാണ് കേട്ടോ. അടൂർ ഗോപാലകൃഷ്ണന്റെയാണ് സ്വയംവരം, എലിപ്പത്തായം, മതിലുകൾ, 4 പെണ്ണുങ്ങൾ, വിധേയൻ, കൊടിയേറ്റം, കഥാപുരുഷൻ, മുഖാമുഖം, നിഴൽക്കൂത്ത്. സ്വയംവരം, എലിപ്പത്തായം, മതിലുകൾ, 4 പെണ്ണുങ്ങൾ, വിധേയൻ, കൊടിയേറ്റം, കഥാപുരുഷൻ, മുഖാമുഖം, നിഴൽക്കൂത്ത്, ഇതൊക്കെ അടൂർ ഗോപാലകൃഷ്ണന്റെയാണ്. ഷാജി എൻ കരുണിന്റെയാണ് പിറവി. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡ് നേടിയ മലയാള സിനിമ പിറവിയാണ് ഷാജി എൻ കരുണിന്റെ. പ്രേംജി എന്ന് കേട്ടിട്ടില്ലേ? പ്രേംജി അഥവാ MB ഭട്ടത്തിരിപ്പാട്, അതിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടി. അപ്പൊ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡ് നേടിയ മലയാള സിനിമ ഷാജി എൻ കരുണിന്റെ പിറവി. പിന്നെ വാനപ്രസ്ഥവും കുട്ടിശ്രാങ്കും ഒക്കെ അദ്ദേഹത്തിന്റെ. ശാന്തം, കളിയാട്ടം, ദേശാടനം, കരുണം മകൾക്ക്. ശാന്തം, കളിയാട്ടം, ദേശാടനം, കരുണം മകൾക്ക് നമ്മുടെ ജയരാജിന്റെ, പ്രശസ്ത സംവിധായകനായ ജയരാജിന്റെ സിനിമകളാണ്. TV ചന്ദ്രന്റെ സിനിമകളാണ് പാടമൊന്നൊരു വിലാപം, പൊന്തൽ മാട. പാടമൊന്നൊരു വിലാപം മീര ജാസ്മിന് ദേശീയ അവാർഡ് കിട്ടിയതല്ലേ. പൊന്തൽ മാട മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയതല്ലേ. സൂസന്ന, ഡാനി, ഭൂമിയുടെ അവകാശികൾ, ആലീസിന്റെ അന്വേഷണം, ഇതൊക്കെ TV ചന്ദ്രന്റെയാണ്. അടുത്തൊക്കെ ജോൺ അബ്രഹാം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ, എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. ജോൺ അബ്രഹാം. അഗ്രഹാരത്തിലെ കഴുത, അമ്മയെ അറിയാൻ, വിദ്യാർത്ഥികളെ ഇതിലെ, ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, അഗ്രഹാരത്തിലെ കഴുത, അമ്മയെ അറിയാൻ, വിദ്യാർത്ഥികളെ ഇതിലെ, ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, ഇതൊക്കെ ജോൺ അബ്രഹാമിന്റെ. രാജീവ് അഞ്ചലിന്റെയാണ് ഗുരു അല്ലെ. ഓസ്കാർ നോമിനേഷന് പോയ ആദ്യത്തെ മലയാള സിനിമയിലെ ഗുരു രാജീവ് അഞ്ചൽ. സലീം അഹമ്മദിന്റെയാണ് ആദാമിന്റെ മകൻ അബു. നമ്മുടെ സലീം കുമാറിന് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ആദാമിന്റെ മകൻ അബു. കുഞ്ഞനന്തന്റെ കട, പത്തേമാരി, അതൊക്കെ സലീം അഹമ്മദിന്റെ ആയിരുന്നു കേട്ടോ. ഹരിഹരന്റെ സിനിമകളാണ് ഒരു വടക്കം വീരകഥ, പഴശ്ശിരാജ, പരിണയം, നഖക്ഷതങ്ങൾ. ഒരു വടക്കം വീരകഥ, പഴശ്ശിരാജ, പരിണയം, നഖക്ഷതങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഹരിഹരന്റെ. ഭരതന്റെയാണ് വെങ്കലം, അമരം, വൈശാലി, ഇതൊക്കെ ഭരതന്റെ. P പത്മരാജന്റെ പെരുവഴി അമ്പലം, തൂവാനത്തുമ്പികൾ, ഒരിടത്തൊരു ഫയൽമാൻ. പെരുവഴി അമ്പലം, തൂവാനത്തുമ്പികൾ, ഒരിടത്തൊരു ഫയൽമാൻ ആരുടെ? P പത്മരാജന്റെയാണ്. അത് ഇത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കുഴപ്പമില്ലാതെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നമ്മൾ ഇന്ന് നോബൽ സമ്മാനം പഠിച്ചു, നവോത്ഥാന സംഘടനകൾ പഠിച്ചു അല്ലെ. കേരളത്തിലെ നവോത്ഥാന സംഘടനകൾ പഠിച്ചു, ഹിമാലയത്തിന്റെ ഉപവിഭാഗങ്ങൾ പഠിച്ചു, ഹിമാലയ നദീ താഴ്വര പഠിച്ചു, പിന്നെ ഏതായിരുന്നു പഠിച്ചേ? നമ്മുടെ ആണവ നിലയങ്ങൾ പഠിച്ചു, വയലാർ അവാർഡ് നേടിയ കൃതികൾ പഠിച്ചു, പിന്നെ സിനിമാ സംവിധായകർ പഠിച്ചു, പഞ്ചായത്ത് രാജ് പഠിച്ചു അല്ലെ. ഒത്തിരി നല്ല കുറെ ക്വസ്റ്റ്യനുകളാണ്, ഇട്ട് ബോറടിപ്പിക്കത്തില്ല. അതൊന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കണേ. അടുത്ത ക്ലാസ്സിൽ കുറച്ച് റിവിഷനുമായിട്ട് ഞാൻ വരാം. ഇന്ന് ഒത്തിരി ഉണ്ടായത് കൊണ്ടാണ് 20ാമത്തെ ടോപ്പിക്കാണ് നമ്മൾ കഴിയുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു 100 ടോപ്പിക്കെങ്കിലും തരണമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ മാക്സിമം അത് റിവിഷൻ നടത്തി തരിക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകൾ ഇടണം. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അടുത്ത ക്ലാസ്സിലും ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് പോലെ കൊണ്ടുവരണമെന്ന്. ഓക്കെ പോയിരുന്ന് പഠിക്കുക. എല്ലാവിധ വിജയങ്ങളും തരിക. വിഷമിക്കരുത്, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. സപ്പോർട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും. ജോലി കിട്ടിക്കഴിയുമ്പോൾ എല്ലാം അങ്ങ് മാറുമെന്ന്. അതുവരെ പിടിച്ചു നിൽക്കും. വേറെ എന്തായാലും അതുവരെ കേൾക്കാനുള്ളതൊക്കെ കേട്ട് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് കളഞ്ഞ് നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് വീട്ടിൽ ഇരുന്ന് അങ്ങ് പഠിക്ക്. വേറെ ഒന്നും സമയം കിട്ടുന്നില്ല, കണ്ടെത്തണം. സമയം കണ്ടെത്ത് കേട്ടോ. കിട്ടുന്ന സമയം മാക്സിമം ഉപകാരപ്പെടുത്തുന്ന കിട്ടുമെന്ന് ഉറപ്പായിട്ട് കിട്ടും. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.